പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യമാണ്. ഇവിടെ ഒരുമിച്ച് നോക്കി വായിക്കാം. എഫേസ്യർ 4:32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നമുക്കൊരു പ്രാവശ്യം കൂടെ വായിക്കാം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ക്ഷമ എന്നുള്ളൊരു ക്രിസ്ത്യൻ വേർച്യുവിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്കെപ്പോഴും ആദ്യം ചിന്ത വരുന്നത് എന്താണെന്നറിയാവോ? നമ്മളോട് ആരോ തെറ്റ് ചെയ്തു, അപ്പം ഞാൻ അവരോട് ക്ഷമിക്കണം. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ക്ഷമിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പം മുറിവേൽപ്പിച്ച വ്യക്തിയുമുണ്ട്, മുറിവേറ്റ ഒരു വ്യക്തിയുമുണ്ട്. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഈ വാക്യം അത് നന്നായി സംസാരിക്കണമെന്ന് ഇവിടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ഉള്ളൊരു 2-fold ഇൻസ്ട്രക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ക്ഷമയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒന്നാമത്തേത് നോട്ട് ടു ഹേർട്ട് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തരുത്. ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാകരുത്. അതാണ് അതിൻ്റെ ആദ്യ ഭാഗത്ത് വായിച്ചത്. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരാകണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം forgive those who hurt you. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മൾ അവരോട് ക്ഷമിക്കണം. അപ്പം രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആർക്കും മുറിവേൽപ്പിക്കരുത്. ഓക്കെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ക്ഷമിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം മുറിപ്പെടുത്തുന്ന വ്യക്തിയുമുണ്ട്, മുറിവേറ്റ ഒരാളുമുണ്ട്. ഓക്കെ, നമ്മൾ രണ്ട് ഭാഗത്തും വരാം. നമ്മൾ ചിലപ്പം ചിലർക്ക് മുറിവുണ്ടാക്കാം, നമ്മളത് പലപ്പോഴും അത് ചിന്തിക്കത്തില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ മുറിപ്പെടുന്ന അവസ്ഥയും വരാം. ഓക്കെ, ആ സാഹചര്യത്തിൽ ക്ഷമിക്കുവാൻ ചെയ്യാനും നമ്മളെ പറയുന്നൊരു വാക്യമാണിത്. ഇനി നമുക്ക് ആദ്യം ഒരു കാര്യം നോക്കാം. എന്തുകൊണ്ടാണ്, നമുക്കറിയാം ലോകത്തിൽ ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, അന്യോന്യം മുറിപ്പെടുത്തലുകൾ, വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു പീപ്പിൾ ഹേർട്ട് അതേഴ്സ്? എന്തുകൊണ്ടാണ് മനുഷ്യർ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സ്നേഹിച്ച ചിലർ നമുക്ക് മുറിവുണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്? വൈ ഡു പീപ്പിൾ ഹേർട്ട് അതേഴ്സ്? ഒന്നാമത്തെ കാര്യം, മനുഷ്യർക്ക് ഒരു സിൻഫുൾ ആയിട്ടുള്ള സെൽഫിഷ് നേച്ചറുണ്ട്. നമ്മൾക്കൊരു പാപ സ്വഭാവമുണ്ട്. അതിൽ വളരെ സ്വാർത്ഥതയുള്ള ഒരു നേച്ചർ ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ സംസാരിക്കാൻ തീരുമാനിക്കുന്നു, എനിക്ക് പ്രവർത്തിക്കാൻ തോന്നുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പം അടുത്ത് നിൽക്കുന്ന ആൾക്ക് മുറിവേൽക്കുമോ, അയാൾക്ക് വിഷമം വരുമോ, അയാൾ എങ്ങനെ ചിന്തിക്കും, ഇത് ഞാൻ ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സെൽഫിഷ് നേച്ചറിൽ നിന്ന് വരുന്നതാണ്. അതും എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. ഓക്കെ, അത് വരാം. അതുകൊണ്ടാണ് മനുഷ്യർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, മുറിപ്പെടുത്തുന്നത്. നമ്മൾ ഏറ്റവും അടുത്ത ബന്ധങ്ങളെന്ന് വിചാരിക്കുന്നതിൽ പോലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഈ മുറിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ കാരണം, നമുക്കെല്ലാം ആ ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു പാപ സ്വഭാവം ഉണ്ടെന്നുള്ള സ്വാർത്ഥതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെക്കാളും എനിക്ക് ചെയ്യാൻ തോന്നുന്നത് ചെയ്ത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതിൻ്റെ കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഹീൽഡ് വൂൺസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബന്ധങ്ങളുണ്ട് അല്ലേ? അത് കുടുംബ ബന്ധങ്ങളാകാം, അയൽവക്കക്കാർ തമ്മിലുള്ള ബന്ധമായിരിക്കാം, സഭയ്ക്കകത്ത് വരുമ്പോഴുള്ള ബന്ധമായിരിക്കാം, ഓഫീസിൽ ജോലിക്ക് പോകുമ്പോഴുള്ള ബന്ധങ്ങളായിരിക്കാം. ഓക്കെ, ഇതിവിടെയൊക്കെ മനുഷ്യരാണ് ഇടപെടുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മുറിപ്പെട്ട ആളുകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹേർട്ട് പീപ്പിൾ ഹേർട്ട് പീപ്പിൾ എന്ന്. ഹേർട്ട് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാവേ. നമ്മൾ പലരും മുറിവേറ്റവരാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഓർമ്മ ഏതായിരിക്കും, നമ്മളെ മറ്റുള്ളവർ മുറിപ്പെടുത്തിയത്. പക്ഷെ മറ്റുള്ളവരെ നമ്മൾ മുറിപ്പെടുത്തിയത് നമ്മൾ പലപ്പോഴും ഓർത്ത് വെക്കത്തില്ല. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈക്കിള് പോലെയാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാമേ. ഇപ്പം ഒരു വീട്ടിൽ
ഒരു ഭാര്യ ഉണ്ടെന്ന് വിചാരിക്കുക, അവളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആ ഭർത്താവിൽ നിന്ന് കുറച്ച് മുറിവുകളൊക്കെ ഏറ്റിട്ടുണ്ട്. അത് വാക്കുകളിലൂടെ ആകാം, പ്രവൃത്തികളിലൂടെ ആകാം. അങ്ങനെ ഒരു വേദനിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ആ ഭർത്താവിനോട് ആ ദേഷ്യം തീർക്കാൻ പറ്റാത്തത് കാരണം, ഉദാഹരണം പറഞ്ഞാട്ടോ, ചിലപ്പോൾ അത് കുഞ്ഞുങ്ങളോട് ആ ദേഷ്യം തീർക്കും. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞതൊരു സൈക്കിള് പോലെയാണ്. ആദ്യം ഒരു ഭർത്താവാണ് ഒരു ഭാര്യയെ മുറിപ്പെടുത്തിയെന്ന് വിചാരിക്കാം. ഈ ഭാര്യ ആ ദേഷ്യം തീർക്കാൻ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ എടുത്തു നോക്കിയേ. ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്താ, അവരെ സംബന്ധിച്ച് അവരുടെ അമ്മ അവരെ മുറിപ്പെടുത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ ആ ദേഷ്യം അവർക്കത് തീർക്കുന്നത് ചിലപ്പോൾ സ്കൂളിൽ ചെന്നായിരിക്കും. സ്കൂളിൽ ചെന്ന് മറ്റുള്ളവരോട് ആ ദേഷ്യം തീർക്കാം. ഇതാണ് ഹേർട്ട് പീപ്പിൾ. മുറിവേറ്റിട്ടുള്ളവർ ഇത് വീണ്ടും വീണ്ടും മറ്റുള്ളവരെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ മുറിവേൽപ്പിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനിയും ഭാര്യ വീട്ടിൽ ഭർത്താവിനെ മുറിപ്പെടുത്തുവാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒന്നും വേദന പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പം ഓഫീസിൽ ചെന്നായിരിക്കും ആ ദേഷ്യം മറ്റുള്ളവരോട് തീർക്കുന്നത്. കൊളീഗ്സ് വിചാരിക്കും ഇയാൾ എന്തിനാ ഞങ്ങളെ വേദനിപ്പിക്കുന്നതെന്ന്. ഇതാണ് ഒരു സൈക്കിള് പോലെ മുറിപ്പെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് മുറിപ്പെടുത്തുന്നു മനുഷ്യരെന്ന് വെച്ചാൽ, മൂന്നാമത്തെ ഒരു റീസൺ ലാക്ക് ഓഫ് നോളജ്. അറിവില്ലാത്തത് കൊണ്ട് പലപ്പോഴും ആളുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താറുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണത്തിനായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത് കേട്ടോ. ഒന്നും പേഴ്സണലായിട്ട് ആരും എടുക്കരുത്, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എടുക്കാം. ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് 2 or 3 കുഞ്ഞുങ്ങളുള്ള വീടാണെന്ന് വിചാരിക്കുക. അതിലൊരു കുട്ടി വളരെ മിടുക്കനാണെങ്കിൽ ചിലപ്പം ചില പേരൻസിന് ആ കുട്ടിയോട് കൂടുതൽ ഇഷ്ടം കാണിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് അവരുടെ അറിവില്ലായ്മയാണ്, ഈ ഫേവറിറ്റിസം കാണിക്കുക. അപ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ കുഞ്ഞിനെക്കുറിച്ച് കൂടുതൽ പുകഴ്ത്തി പറയുക. ചിലപ്പോൾ അപ്പം അത്ര കഴിവില്ല എന്ന് ആ മാതാപിതാക്കൾ ചിന്തിക്കുന്ന മറ്റേ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ചിലപ്പം ഒരു ഇഷ്ടക്കേടുണ്ടാകാം. അപ്പോൾ അവരുടെ മനസ്സിലൊരു മുറിവുണ്ടാകാം. ഓ, മൂത്ത ചേട്ടനെയാണല്ലോ ഭയങ്കര ഇഷ്ടം അപ്പനും അമ്മയ്ക്കെന്ന്. ഫേവറിറ്റിസം. നമ്മൾ വേദപുസ്തകത്തിൽ യോസെഫിനെ സഹോദരന്മാർ വെറുത്തിട്ട് ഉപദ്രവിച്ചതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിലെ ആക്ച്വലി ഒരു റൂട്ട് കോസിലോട്ട് നമ്മൾ പോകുമ്പം ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. യാക്കോബ് ആ വീട്ടിലൊരു ഫേവറിറ്റിസം കാണിച്ചായിരുന്നു അല്ലേ. ഒരു കുഞ്ഞിന് മാത്രം വളരെ കളർഫുൾ ആയിട്ടുള്ള നിലയെങ്കിൽ 12 മക്കളുള്ള വീട്ടിൽ ചെയ്ത കാര്യമാണ്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കാം? ലാക്ക് ഓഫ് നോളജ്, അറിവില്ലാത്തത് കൊണ്ട്. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കുഞ്ഞു മനസ്സുകളെ എങ്ങനെ അഫക്റ്റ് ചെയ്യാവുന്ന ചിലപ്പം ആ തലമുറകളിലുള്ളവർക്ക് അറിയത്തുപോലുമില്ലായിരിക്കാം. പക്ഷേ അറിവ് നമുക്ക് വരുംതോറും നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ചില പേരൻസ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് വളരെ ഹാർഷായിട്ടുള്ള ക്രിറ്റിസിസംസ് യൂസ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? പേരൻസിൻ്റെ ഉദ്ദേശം നമ്മൾ ആ 2 വശവും മനസ്സിലാക്കണം. ഒത്തിരി ചിലപ്പോൾ വഴക്ക് പറയുന്നത് ആ കുട്ടിയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ആയിരിക്കാം. നന്നായി വരണം, വഴിതെറ്റി പോകരുത്, അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടിയുടെ സ്ഥാനത്തുനിന്ന് ചിന്തിക്കുമ്പം ഇവരെന്നെ ഇത്രയും പ്രഷറൈസ് ചെയ്യുന്നത്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ടാകാം. ഈ കുഞ്ഞിന് ഇത് മുറിവേൽക്കുന്നുണ്ടാകാം. ഈ കുഞ്ഞ് ചിലപ്പോൾ റിബല്യസ് ആയിട്ട് പെരുമാറുമ്പോഴത്തേക്ക് മാതാപിതാക്കൾക്കും അതിൻ്റെ മുറിവുകളുണ്ടാകാം. നമ്മൾക്ക് ഈ ബന്ധങ്ങളെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള അറിവുകളില്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഫീലിങ്സ്, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന വേദനകളെ മനസ്സിലാക്കാനായിട്ട് അവരോട് ഒപ്പം ചെലവഴിക്കാൻ സമയം ചില പേരൻസ് ഒത്തിരി ജോലി ചെയ്യും. അവർക്ക് വേണ്ടതെല്ലാം കരുതി വെക്കും. അതാ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാട്ടോ. ഒരിക്കലും പേരൻസിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഞാനിത്. എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ചെയ്തു വെക്കും. പക്ഷെ കുഞ്ഞിന് വേണ്ടത് ചിലപ്പം 10 മിനിറ്റ് കൂടെ ഇരിക്കുന്ന ഒരു പേരൻറ്റിനെ ആയിരിക്കാം. പക്ഷെ അത് മനസ്സിലാക്കാൻ പേരൻറ്റിന് പറ്റാതെ വരുമ്പോൾ കുഞ്ഞു മനസ്സ് മുറിപ്പെടാം അല്ലേ. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് മുറിവേൽക്കുന്നത് പോലെ
തന്നെ മനസ്സിലാക്കുക. പേരൻസ് കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായി വരുമ്പോഴത്തേക്ക്, അവരൊരു ടീനേജിലാകുമ്പോഴത്തേക്ക് അവരും ചിലപ്പം പേരൻസിനോട് റിബല്യസ് ആയിട്ട് തറുതല പറയാനായിട്ട് തുടങ്ങുക. എൻ്റെ അപ്പനും അമ്മയ്ക്കും അത്ര വിവരം ഉണ്ടോ എന്നുള്ളൊരു ചിന്ത വരിക. അതും അവരുടെ അറിവില്ലായ്മയാണ്. അപ്പം അവർ കാരണം പേരൻസും വേദനിക്കാനിടയും. സോ ബന്ധങ്ങളിലെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എല്ലാ വീട്ടിലത്തെ കാര്യമല്ല കേട്ടോ, ചിലപ്പം ഹാൻഡിൽ ചെയ്യാനുള്ളൊരു അറിവുകേട് കൊണ്ട് മുറിവുകൾ സംഭവിക്കാം. ഞാൻ അതിന് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ. സാധാരണ ഈ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ചെറുക്കനെ നമ്മളൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് അങ്ങ് കെട്ടിച്ചു കൊടുക്കും. പക്ഷേ ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട്, ഒന്നും കൂടെ ഈ ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിട്ടുള്ളവർ ലേഡീസിൻ്റെ ഫിസിയോളജിയും അവരുടെ ഹോർമോണൽ ചേഞ്ചസിനെ കുറിച്ച് ഇന്നത്തെ കാലത്തൊക്കെ അതിനൊക്കെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് അവർക്കൊരു മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടെന്നും അവർ പ്രഗ്നൻ്റ് ആകുമ്പോഴും അവർക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും അവർ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇത് ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് വരുന്നതാണ്. ഇനി ഒരു 40 അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്ന സ്ത്രീ ആയിരിക്കും 45, 50, 55 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വല്ലാത്ത സ്വഭാവ വ്യത്യാസം കാണിക്കുക. അതും ഒരു ഹോർമോണൽ ചേഞ്ച്, മെനോപോസ്. ഇന്ന് ഇതൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഇതൊന്നും തീരെ അറിയാതിരുന്ന കാലങ്ങളിൽ ആ പെണ്ണിനെ ചിലപ്പം എന്തൊരു അഹങ്കാരിയാണ്, എപ്പോഴും ഇങ്ങനെ കരച്ചിലാണ്, അങ്ങനത്തെ മൂഡ് സ്വിങ്സ് ഒന്നും മനസ്സിലാക്കാത്ത ഒരു കാലം. സോ ഞാൻ പറയുകയാണ്, വിവാഹം കഴിക്കാൻ പോകുന്നവർ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ഈ ലാക്ക് ഓഫ് നോളജ് കാരണം, അതിലൊരു അറിവില്ലാത്തത് കൊണ്ടും നമ്മൾ അന്യോന്യം മുറിപ്പെടുത്താനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പം മുറിപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോഴത്തേക്ക് ചിലപ്പം മനസ്സിലാവത്തില്ല. ചിലവർക്ക് ചിലപ്പം മെൻ്റൽ ഇഷ്യൂസ് ഉള്ളവരായിരിക്കാം, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരായിരിക്കാം, ചിലപ്പം ഡിപ്രഷൻ ഉള്ളവരായിരിക്കാം, ആൻസൈറ്റി ഉള്ളവരായിരിക്കാം, ചിലപ്പം BPD നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്, ബൈപോളർ ഡിസോർഡർ, അതുപോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇന്ന് ഇതിനെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഒത്തിരി അവയർനെസ് കിട്ടുന്ന കാലം. ഏതെങ്കിലും ഒരു മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരും അന്യോന്യം മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ചികിത്സ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഞാനിത് എന്തിനുകൊണ്ടാണ് ഈ ചർച്ചിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ, വീടിൻ്റെ അകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ചിലപ്പം നമുക്കൊരു തലവേദന വന്നാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു, തലവേദന മാറി, ഓക്കെ ആകും. ചില സമയത്ത് അത് മാറുന്നില്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കിൽ ഒരു ഡോക്ടറിനെ പോയി കാണുമായിരിക്കും. ആ പുള്ളി തന്ന മരുന്ന് കഴിച്ച് നമ്മുടെ പനിയും തലവേദനയൊക്കെ പോവുമായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ആ ഡോക്ടർ പറയുമായിരിക്കും, ഇത് ഇവിടെ പിടിച്ചാൽ കിട്ടത്തില്ല, നിങ്ങൾ കുറച്ച് സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്പെഷ്യലിസ്റ്റിനെ കാണും. നമ്മൾ ബന്ധങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ എപ്പോഴും വീടിൻ്റെ അകത്ത് തന്നെ ആൾക്കാർക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചില സമയത്ത് അത് സോൾവ് ചെയ്യുന്ന ചില കുടുംബ പ്രശ്നങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ഒരു സഹോദരൻ വന്ന് സംസാരിച്ചാൽ ശരിയാവുന്നുണ്ടായിരിക്കും, അപ്പനും അമ്മയും ഒന്ന് ഇടപെട്ടാൽ ശരിയാവുന്നത് ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല. വീട്ടിലൊരു പാരസെറ്റമോൾ കഴിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളപ്പോൾ തന്നെ ചിലപ്പോൾ അതൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ടതായിട്ടുള്ളതും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വീടുകളിൽ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിൽ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും റിലേഷണൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ചിലവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചേർച്ചിൽ വന്ന് പറഞ്ഞ് പാസ്റ്റേഴ്സ് സംസാരിച്ചാൽ ശരിയാവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, പാസ്റ്റേഴ്സ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ എല്ലാം തീരണമെന്നില്ല. ചിലത് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഫാമിലി കൗൺസിലറിനെ കാണേണ്ട കേസസ് ഉണ്ട്, ചിലത് സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മെയിൻ ഇഷ്യൂ എന്താണെന്നറിയാവോ? എങ്ങനെയും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇത് പറയാനും പുറത്തു പോകാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നതെന്നറിയാമോ?
അയ്യോ പുറത്തറിഞ്ഞാൽ ഞങ്ങൾ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നുള്ള ഇഷ്യൂ ആണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പലതും പുറത്തറിഞ്ഞാൽ പ്രശ്നമാണല്ലോ എന്ന് വെച്ച് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ചിലതൊക്കെ ന്യൂസായിട്ട് പത്രത്തിൽ വന്നാലോ. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും കൂടെ ഒരു ട്രെയിനിന് മുമ്പിൽ മരിച്ചത് അല്ലേ. ഒരു പക്ഷെ ആരും പുറലോകം അതുവരെ അറിയാഞ്ഞ ഇഷ്യൂസ് ആയിരിക്കാം അല്ലേ. പക്ഷെ ഒരു പക്ഷെ അതിന് ആ അമ്മയ്ക്ക് വേണ്ട സപ്പോർട്ട് ഒരു പക്ഷെ കിട്ടിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിലോ, നമ്മൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഉള്ള സൊല്യൂഷൻ കണ്ടെത്തുവാനുള്ളത് ദൈവകൃപയിൽ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. മറ്റൊരു പോയിന്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. Everyone gets hurt at some point in their life. നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിലില്ലേ ഈ മുറിവുകൾ എന്ന് പറയുന്ന വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടറ്റത്തും നിൽക്കാം. അതായത് ചിലപ്പോൾ നമ്മൾ മുറിപ്പെടുത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മുറിവേറ്റ ആളായിരിക്കാം അല്ലേ. അപ്പം നമ്മൾ ഞാൻ ആദ്യം പറയട്ടെ, ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മളോടുള്ള പ്രബോധനം ഇതാണ്: നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായിരിക്കണം. ഏറ്റവും ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനം, ഞാൻ ഇന്ന് ബൈബിൾ ക്ലാസ്സിൽ അത് പറഞ്ഞായിരുന്നു, നമ്മൾ എടുക്കേണ്ട ഒരു ചിന്ത, ഞാൻ കാരണം ഒരാൾ വേദനിക്കാൻ ഇടവരരുത് എന്ന് നമ്മുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം. എൻ്റെ വാക്കുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ സംസാരിപ്പിക്കുമ്പം വേദനിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. അനാവശ്യമായിട്ട് ഞാൻ കാരണം ഒരാൾ വേദനിക്കാൻ ഇടവരരുത്, ഞാൻ കാരണം ഒരാൾ കരയാൻ ഇടവരരുത്, അതൊക്കെ ദൈവം കാണുന്ന കാര്യങ്ങളും വിലയിടുന്ന കാര്യങ്ങളുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനിയും ഈ മുറിവേറ്റ വ്യക്തിയാണെന്ന് വിചാരിക്കുക. മുറിവേറ്റ വ്യക്തി ആ മുറിവേറ്റതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ, ഓക്കെ, എനിക്ക് മുറിവേറ്റു, എനിക്ക് ഒരാളുടെ പ്രവൃത്തി കാരണം, എൻ്റെ കുടുംബത്തിലെ ഇന്നയാളുടെ പ്രവൃത്തി കാരണം, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ പ്രവൃത്തി കാരണം എനിക്ക് മുറിവേറ്റിരിക്കുകയാണ്, പക്ഷേ ഞാനത് പ്രോപ്പറായിട്ട് ഡീല് ചെയ്യുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹേർട്ട് പീപ്പിൾ ക്യാരി ബാഗേജസ് ഓഫ് പെയിൻ. ഓക്കെ, ഹേർട്ട് പീപ്പിൾ ക്യാരി ബാഗേജസ് ഓഫ് പെയിൻ. മുറിവേറ്റിട്ടുള്ള അത് ആരിൽ നിന്നായിരിക്കാം? അപ്പനും അമ്മയും പറഞ്ഞൊരു വാക്കിൽ നിന്നായിരിക്കാം, മക്കൾ മാതാപിതാക്കളോട് വാർദ്ധക്യത്തിൽ പറഞ്ഞൊരു വാക്കിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമോള് ഇഷ്യൂല് വന്ന ഇത് എന്താണെങ്കിലും, മുറിവേറ്റിട്ടുള്ള വ്യക്തികളുടെ അത് സോൾവ് ചെയ്തില്ലെങ്കിൽ അവരിതുപോലെ ആയിരിക്കും. ദേ ക്യാരി ബാഗേജ് ഓഫ് പെയിൻ. അവരുടെ പുറത്തൊരു വലിയ ചുമട് വെച്ചതുപോലെ ഒരു കാര്യം അവരുടെ ഉള്ളിലുണ്ടാകും. ഓക്കെ, അത് റിസോൾവ് ചെയ്തില്ലെങ്കിലുള്ള കാര്യം. ഇനിയും ഈ ബാഗ്, ഇപ്പം നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ട്, വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നല്ലേ. ആ ബാഗ് പോലെ ഈ ബാഗ് ഒന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് പലതും അങ്ങനെയുള്ള ഈ മുറിവുമായിട്ട് കൊണ്ട് നടക്കുന്നവരെ കാണാൻ സാധിക്കും. എങ്ങനെ ഇവർ മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ? ഇവർക്ക് എപ്പോഴും ഒരു കഥ പറയാനുണ്ടാകും. ആ കഥ പറയുമ്പോൾ അവരെ വേദനിച്ച ആ സംഭവം അവർ പറയും. ആ സംഭവത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകാം, എല്ലാം വേണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ അതൊരു റിജക്ഷൻ്റെ കഥയായിരിക്കാം. മാതാവും പിതാവും അല്ലേ, പേരൻസ്, ഒരു കുഞ്ഞിനെ ഏറ്റവും കരുതേണ്ടത് അവരാണ്. വളർന്നു വന്ന പ്രായത്തിൽ ആ ഒരു കെയർ കിട്ടിയിട്ടില്ലാത്ത, കരുതൽ കിട്ടിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പടി കയറുന്ന സമയത്ത് അപ്പനും അമ്മയും കരുതേണ്ട ഒരു കാര്യമുണ്ട്. ആ കരുതലും അവർക്ക് ആ ഒരു കൺസേണും പേരൻസിൽ നിന്ന് അനുഭവിക്കാറില്ലെങ്കിൽ അവർ റിജക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാം. മക്കൾക്ക് അങ്ങനത്തെ ബാഗേജ് ഉള്ള പിള്ളേരുണ്ടാകാം. ഇനിയും തിരിച്ച് പേരൻസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പേരൻസ് വളരെ പ്രതീക്ഷയോടെ, എല്ലാ അപ്പനും അമ്മയും ചില ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ മക്കളെ വളരെ ഇഷ്ടത്തോടും കരുതലോടും അവരെ കൊണ്ട് പറ്റാവുന്ന ബെസ്റ്റായിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ വളർത്തി അങ്ങോട്ട് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മക്കൾ കരുതുന്നില്ല എന്ന് തോന്നുമ്പം ഇവർക്കും റിജക്ഷൻ ഉണ്ടാകാം. ഇവരും
ഞാൻ തഴയപ്പെട്ടതുപോലെ തോന്നുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും ഉള്ളിൽ. അത് നാച്ചുറലായിട്ടുണ്ടാവുന്ന കാര്യമാണ്. അതുപോലെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏത് ഭാര്യയും ഭർത്താവുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സപ്പോർട്ട് ആഗ്രഹിക്കാത്തത്, അല്ലേ? പക്ഷെ ചിലപ്പം വിവാഹം കഴിച്ച് വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് ചിലപ്പോൾ കുടുംബജീവിതത്തിൽ നേരെ തിരിച്ചായിരിക്കാം കിട്ടുന്നത്. എന്നെ കരുതുന്നില്ല, എനിക്ക് ഈ വീട്ടിലൊരു വിലയില്ല എന്നൊക്കെ തോന്നിക്കഴിയുമ്പോഴത്തേക്കും ഈ റിജക്ഷൻ, ചിലപ്പം ചിലർ ഈ റിജക്ഷനൊക്കെ ഉണ്ടല്ലോ, ചിലർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതുകൊണ്ട് മനഃപൂർവ്വം അല്ലാതെയും ചെയ്യുന്നതുണ്ട്. പക്ഷേ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുപോലെ ഒരു കൂട്ടുകാരുടെ ഇടയിൽ തഴയപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ വന്നവരുണ്ടെങ്കിൽ ഒക്കെ ഈ റിജക്ഷൻ്റെ ഇതുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഇമോഷണൽ റിജക്ഷൻ, അല്ലേ? മാനസികമായിട്ട് തഴയപ്പെട്ടതുപോലെ എനിക്കിപ്പം പഴയ പോലെ കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അതൊരു വലിയ പെയിൻ ഉള്ളൊരു ബാഗേജ് ആണെന്ന് മനസ്സിലാകുക. രണ്ടാമത് ഇവർ ചിലപ്പോൾ പറയാനുള്ളത് അബ്യൂസിൻ്റെ സ്റ്റോറീസ് ആയിരിക്കും. അബ്യൂസുകൾ പല രീതിയിലുണ്ട്, അല്ലേ? ഫിസിക്കലി കിട്ടിയിട്ടുള്ള അടിയായിരിക്കാം, ഇടിയായിരിക്കാം, ചവിട്ടായിരിക്കാം, അല്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ. ഫിസിക്കലി ഒരു ഹാം ഉണ്ടാകുന്നത്, അതിൻ്റെ വേദന പോയിട്ടുണ്ടാകാം, അല്ലേ? അപ്പം ഒരു ദിവസം ലാസ്റ്റ് ചെയ്യായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഫിസിക്കൽ അബ്യൂസുകളുടെ ഇത് ചവിട്ട് കിട്ടിയ പാട് മാഞ്ഞാലും ഇത് ഇമോഷണൽ സ്കാറായിട്ട് കിടക്കും. ഓക്കെ, മനസ്സിൻ്റെ അകത്തായിരിക്കും ഇത് കിടക്കുന്നത്. ഇതിങ്ങനെ കഥകൾ ഇങ്ങനെ അവർക്ക് പറയാനുണ്ടാകും. അതുപോലെ മെൻ്റലി അബ്യൂസ് ചെയ്തത്, ചിലർ അടിക്കത്തില്ല പക്ഷേ എന്താ പറയുക, മാനസികമായിട്ടിട്ട് ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ടാകാം. അത് എന്താ പറയുക, വേർതിരിവ് കാണിച്ചിട്ടായിരിക്കാം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം, കുത്തുവാക്കുകൾ എന്നൊക്കെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയല്ലേ, അങ്ങനെ അബ്യൂസ് ചെയ്യുന്നവരുണ്ടാകാം. ചിലർ വളരെ വിദഗ്ധമായിട്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ടിരിക്കുന്ന പോലെ തോന്നും. സദൃശവാക്യത്തിൽ ശലോമോൻ ഇങ്ങനെ പറയുന്നുണ്ട്, വാള് കൊണ്ട് കുത്തും പോലെ സംസാരിക്കുന്നവരുണ്ടെന്ന് വായിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? അതായത് എന്താണെന്നറിയാമോ? അപ്പോൾ പറയും, അയ്യോ ഞാൻ അടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും, പക്ഷേ വാള് കൊണ്ട് കുത്തും പോലെ സംസാരിക്കുക. അതായത് വാളുകൊണ്ട് ഒരു കുത്തു കുട്ടിയാൽ എന്തോരം വേദന എടുക്കും, അതുപോലെ സംസാരിക്കാൻ അറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇറ്റ്സ് ഈക്വൽ ടു ഫിസിക്കൽ അബ്യൂസ്, അല്ലേ? അതും ഭയങ്കര ആഴത്തിൽ തന്നെ ഇമോഷണലി നമുക്ക് സ്കാർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ സെക്ഷൽ അബ്യൂസിൻ്റെ സ്റ്റോറികൾ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വേദനിപ്പിക്കുന്ന കഥകളാണ് ഒരാളെ യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അല്ലേ? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ട് അവർക്ക് ആ ഒരു ബാഗേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയും തെറ്റിദ്ധാരണകളുടെ ബാഗേജുകൾ, അല്ലേ? വളരെ സ്നേഹിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു ഘട്ടം എത്തിയപ്പം തെറ്റിദ്ധരിച്ചു. വളരെ സ്നേഹത്തോടെ ആ ബന്ധം കൊണ്ടുപോയതാണ്, പക്ഷെ എവിടെയോ ഒരു തെറ്റിദ്ധാരണ വന്നിട്ട് എല്ലാം തകിടം മറിഞ്ഞുപോയി. അത് ഈവൻ മക്കളുടെയും പേരൻസിൻ്റെ ഇടയിലുണ്ടാകാം, ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഇടയിൽ സാധാരണ കാണാറുള്ളൊരു കാര്യം, തെറ്റിദ്ധാരണകൾ, അല്ലേ? അതുപോലെ തന്നെയാണ് ബ്രോക്കൺ ട്രസ്റ്റ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു ബാഗേജാണ് ബ്രോക്കൺ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിനെങ്ങനെയാണ് പറയുന്നത്, ഈ വിവാഹ ഉടമ്പടി എന്ന് പറയുന്ന കാര്യം ചെയ്തിട്ടാണല്ലോ വിവാഹം നമ്മളുടെ ഇടയിൽ സാധാരണ നടക്കുന്നത്. വിവാഹ ഉടമ്പടിയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും വിവാഹിതരായാലും അവർക്കൊരു പ്രതീക്ഷയാണ്, ഇന്നയാൾ എനിക്ക് വേണ്ടി ഉണ്ടാകുമെന്നുള്ളത്, അല്ലെ? ആ ഒരു പ്രതീക്ഷയോടെയാണ് മറ്റൊരാളുടെ ജീവിതത്തിലോട്ട് ആ ഭാര്യ ആണേലും ഭർത്താവാണേലും കടന്നു വരുന്നത്. പക്ഷേ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എന്നെ കരുതുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ടി കൂടെ ഇല്ല എന്നൊരു ട്രസ്റ്റിൻ്റെ അത് തകർന്നു കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന ബാഗേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ പെയിൻഫുൾ, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് കുഞ്ഞുങ്ങളെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന പേരൻസിനെ ആയിരിക്കുമല്ലോ. അപ്പം വളർന്നു വരുമ്പോഴത്തേക്ക് അവർ റിയലൈസ് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പേരൻറ്റ് ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ്, വല്ലാത്ത വേദന ചിലപ്പം കുഞ്ഞുങ്ങൾക്കുണ്ടാകാം. അതുപോലെ തന്നെ പേരൻസിന് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഒരു ഭാഗത്ത് പറയുമ്പോൾ മറ്റേ ആ ഭാഗത്തും, അല്ലേ, ഈക്വലി, അല്ലേ? നാത്തൂനിൽ നിന്ന് വേദന ഉണ്ടാകാം, അല്ലേ? അമ്മായിയമ്മയ്ക്ക് മരുമകളിൽ നിന്നും, മരുമകൾക്ക് അമ്മായിയമ്മയിൽ നിന്നും ഉണ്ടാകാം, അമ്മായിയപ്പന് മരുമോനും. ഏത് റിലേഷൻസ്
മെഡിസിൻസ് എടുത്താലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ, വി ഓൾ ഗെറ്റ് ഹേർട്ട് ഇൻ സം പോയിന്റ്സ് ഇൻ അവർ ലൈഫ്. നമ്മൾ ഹേർട്ട് ആകാറുണ്ട്, മുറിവേൽക്കപ്പെടാറുണ്ട്, നമ്മൾ മുറിപ്പെടുത്താറുണ്ട്. ഞാൻ മുറിപ്പെടുത്താതിരിക്കാനുള്ള കാര്യം ആദ്യമേ പറഞ്ഞു. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മളുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാന പ്രാർത്ഥനയാണ്, കർത്താവേ എൻ്റെ ഹൃദയം ദയ കൊണ്ട് നിറയ്ക്കണമേ, മനസ്സലിവ് കൊണ്ട് നിറയ്ക്കണമേ. സംഭവിച്ചിട്ടുള്ളതിന് ക്ഷമ ചോദിക്കുക, പക്ഷേ ഇനി സംഭവിക്കാതിരിക്കാനും ഏറ്റവും ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ മുമ്പിൽ നമ്മൾ മുറിപ്പെട്ടവരാണെങ്കിൽ, അവിടെ അതിലും വലിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. മുറിപ്പെട്ടവരാണെങ്കിൽ there's a big choice before us. നമ്മുടെ മുമ്പിൽ ചോയ്സ് ആണ്. എന്താണെന്നറിയാമോ? ഹൗ ടു ഹാൻഡിൽ ദിസ്. ഞാൻ മുറിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിച്ച എൻ്റെ മകൾ എന്നെ ചതിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചു, എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു, അല്ലെങ്കിൽ എന്നെ മുറിപ്പെടുത്തി എൻ്റെ കൂട്ടുകാരി. അതൊക്കെ വരുമ്പോഴത്തേക്ക് there's a choice. നമ്മുടെ മുമ്പിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അതൊരു വലിയ തീരുമാനമാണ്. 2 വഴി അതിൻ്റെ മുമ്പിൽ ഉള്ളത്. ഒന്നാമത്തേത്, നെക്സ്റ്റ് വൺ, ദ ബിഗ് ചോയ്സ്. ഒന്നാമത്തെ വഴി ഇതാണ്: am I going to handle it in the way it harms me? ഞാനിത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ക്ഷമിക്കാനും തയ്യാറല്ല, ഒരു പരിഹാരം ഒന്നും നോക്കാനും പോണില്ല. അത് ഞാനിവിടെ എൻ്റെ മനസ്സിലെന്നും ഒരു നല്ല മുറിവായിട്ട് അങ്ങനെ സൂക്ഷിക്കാൻ പോവുകയെന്ന് തീരുമാനിച്ചുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? നമ്മൾ മനസ്സിലാക്കുക, മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ അത് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണ്ട മരുന്നൊക്കെ വെച്ച് കെട്ടുമല്ലേ. ശ്രദ്ധിക്കാതിരുന്നാൽ ചിലപ്പോൾ പഴുക്കുമല്ലേ, ചിലപ്പോൾ പഴുത്തുപോയാൽ അത് സെപ്റ്റിക് ആകാം അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തെ മുറിവുകൾ. നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്കുന്ന മുറിവ് പോലെ തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആ മുറിവിന് കിട്ടിയില്ലെങ്കിൽ അത് ആദ്യം ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് തലവേദനകൾ നമുക്ക് വരാൻ തുടങ്ങുന്നു, ശരീരം ക്ഷീണം പോലെ തോന്നുന്നു, ഇല്ലാത്ത അസുഖങ്ങൾ. ഡോക്ടർ അവിടെ ചെല്ലുമ്പോഴത്തേക്കൊക്കെ അയ്യോ ഹൈപ്പർ ടെൻഷൻ, എന്താണ്, വല്ല സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഒന്നുമില്ല ഡോക്ടറിന്. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ എന്തൊക്കെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നതെന്ന്. പെട്ടെന്നൊരു അത് മനസ്സിലാക്കാൻ നമ്മളത് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ് ഇതാണ്: എന്നെ തന്നെ നശിപ്പിക്കാൻ ഞാൻ വിട്ടുകൊടുക്കാൻ പോവുകയാണോ ഇത് സൂക്ഷിച്ചിട്ടെന്ന്. രണ്ടാമത്തെ ചോയ്സ് അതാണ് ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ് ചോയ്സ്. am I going to learn to handle this hurt properly? മുറിവുകൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും മുറിവേൽക്കും ഏതെങ്കിലുമൊക്കെ സമയത്ത്. പക്ഷേ നമ്മൾ പഠിക്കണം എങ്ങനെയാണ് ഒരു മുറിവിനെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. മുറിവുകൾ ഇന്നെവിറ്റബിൾ ആണ് കേട്ടോ, ഉണ്ടാകും. പക്ഷെ അത് ഡീൽ ചെയ്യാനായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവേ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ മുറിവിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെയാണ്. പിന്നീട് ഞാൻ ഹേർട്ട് ആയതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെയും ഹേർട്ട് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇത് സൈക്കിളാണ്. അതായത് അപ്പം നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് നോക്കാമേ. അൺറിസോൾവ്ഡ് ഹേർട്ട്സ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് ആരോടാണ്? എന്നെ മുറിവേൽപ്പിച്ചവരോട് എനിക്ക് ഇപ്പോഴും അത് പറയുമ്പം ഇന്നെന്നതുപോലെ ഒരു വിങ്ങൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ അൺറിസോൾവ്ഡ് ഹേർട്ട് കേട്ടോ. ചില ട്രിഗർ ഫാക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് അത് പൊങ്ങി വരുന്നുണ്ടെങ്കിലും യു നീഡ് ടു ബി കെയർഫുൾ. കോൺസിക്വൻസസ് ഓഫ് അൺറിസോൾവ്ഡ് ഹേർട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡാമേജ്ഡ് ഇമോഷൻസ്. ഡാമേജ്ഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരിക, ദേഷ്യം കൂടുതലായിട്ട് വരിക, സങ്കടം വരിക, ചിലപ്പം ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ തോന്നുക. ഇതൊക്കെ ചിലപ്പോൾ ഒരു ഡിപ്രഷൻ്റെ ഇനിഷ്യൽ സൈൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ നമുക്ക് ചെയ്യാതിരിക്കാൻ തോന്നുക, ഒരു സുഖമില്ല. രണ്ടാമത്തേത് നോട്ട് ട്രസ്റ്റിംഗ് അതേഴ്സ്. പിന്നെ ആരെയും വിശ്വസിക്കാനൊന്നും തോന്നുന്നില്ല. മുറിവേറ്റ് കഴിഞ്ഞിട്ട് അത് മര്യാദയ്ക്ക് നമ്മളത് ഡീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ചതിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരും നമ്മളെ ചതിക്കുന്നവരല്ല. നമ്മളെ ദ്രോഹിക്കുന്നവരുണ്ട്, പക്ഷെ എല്ലാവരും നമ്മളെ ദ്രോഹിക്കുന്നവരല്ല. അപ്പം നമ്മൾ ജനറലൈസ് ചെയ്യും, ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ആരെയും സ്നേഹിക്കാൻ കൊള്ളത്തില്ല. നോട്ട് ലവിങ് പീപ്പിൾ, ആരെയും അങ്ങോട്ട് സ്നേഹിക്കാൻ തോന്നുന്നില്ല, ആരോടും മിണ്ടണ്ട, എല്ലാവരും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പ്രശ്നമുണ്ട്. നമുക്കുണ്ടായ മുറിവിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് പ്രോപ്പറായിട്ട് ഇടപെടാൻ പറ്റാത്തത്. രണ്ടാമത്തേത്
അല്ല, നാലാമത്തെ ഒരു റീസൺ, കീപ്പിംഗ് ദ ഹേർട്ട് സൈക്കിൾ മൂവിങ് ഓൺ. ഞാൻ ഇന്ന് തുടക്കം മുതലേ പറയുന്നുണ്ട് ഹേർട്ട് സൈക്കിളിനെ കുറിച്ച്. നമ്മൾ അത് ഡീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ കാരണം ചിലപ്പോൾ ആദ്യം അമ്മായിയമ്മ മരുമോള് പ്രശ്നമായിരിക്കാം, അത് വ്യാപിച്ച് നാത്തൂനും അളിയനുമായിട്ടുള്ള പ്രശ്നമാകാം, അയലോക്കക്കാരുമായിട്ടുള്ള പ്രശ്നമാകാം, പിന്നെ ചോദിച്ചിൻ്റെ അകത്ത് പ്രശ്നമാകാം. ഈ സൈക്കിള് പോലെ ഇതിങ്ങനെ പോകാനായിട്ട് തുടങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി ക്രിസ്തുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്ന അല്ലേ, അങ്ങനെയുള്ളവരല്ലേ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഡാമേജസ് അവർ ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഇത് പ്രശ്നമാണ്. പത്രോസ് ലേഖനം എഴുതിയപ്പം പറഞ്ഞു, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരോടുകൂടെ താമസിക്കുമ്പോൾ എങ്ങനെ താമസിക്കണം എന്ന് പറഞ്ഞാൽ വിവേകത്തോടെ താമസിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. അതായത് നമ്മൾ വിചാരിക്കും, എനിക്ക് ബന്ധം ശരിയായില്ലെങ്കിലും പ്രാർത്ഥിക്കാമെന്ന്. സോ ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ നമ്മൾ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ ആദ്യം പോയിന്ന് നിരപ്പായിട്ട് വരാനല്ലേ. സോ അത് വളരെ പ്രൈമറി ആയിട്ടുള്ളൊരു നീഡാണെന്ന് മനസ്സിലാക്കുക ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫിൽ. അപ്പം നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വചനം വായിക്കുമ്പോഴും എവിടെയൊക്കെയോ കൊള്ളുന്ന പോലെ തോന്നും. വേണ്ട, ചിലപ്പോൾ നമുക്കൊരു പ്രസംഗം കേൾക്കുമ്പോഴും നമുക്കൊരു അസ്വസ്ഥത തോന്നാം. അയ്യോ, എന്നെ കുത്തിയാണോ പറയണം, അങ്ങനെയൊക്കെ തോന്നാം അല്ലേ. പക്ഷെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാത്തതുകൊണ്ടാണ് നമുക്ക് ഡാമേജസ് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. നമുക്ക് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം അല്ലേ. ദൈവത്തെ സ്നേഹിക്കുകയും അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ. നമുക്കറിയാവുന്ന കാര്യം. അത് നമുക്ക് പറ്റാത്തൊരവസ്ഥ വന്നാലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനിയും ഫോർഗീവ്നെസ്സിനെ കുറിച്ച് പറയുമ്പം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഫോർഗീവ്നെസ് ഈസ് നോട്ട്, ക്ഷമ എന്നാൽ ഇതല്ല. എന്തൊക്കെയാണെന്നും കൂടെ പറഞ്ഞുതരാമേ. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം മറന്നു കളഞ്ഞേക്കെന്ന് പറയും. ഇസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ? അങ്ങനെ പോസിബിൾ ആണോ? നമ്മളെ ഒരാൾ വല്ലാതെ മുറിപ്പെടുത്തി, വളരെ മോശം ഒരു അനുഭവം ഉണ്ടായി, എല്ലാം നമുക്ക് മറന്നു കളയാൻ പറ്റുമോ? നമുക്ക് നോക്കാവേ. ഫസ്റ്റ് പോയിന്റ്, ഫോർഗെറ്റിംഗ് ദ റോങ് ഡൺ ടു യു. അതാണോ? നിങ്ങളോട് ചെയ്ത തെറ്റ് മറന്നു കളയുക എന്നുള്ളതാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ നടന്ന സംഭവങ്ങൾ, ഓർമ്മ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ. നമുക്ക് ചിലർ പറയും മറന്നു കളഞ്ഞേക്കുന്നു, പക്ഷെ മറക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മറക്കത്തില്ല. നമ്മളാരും, ഓർമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരും മറക്കാൻ പോകുന്നില്ല. അതും അല്ല അതിൻ്റെ സൊല്യൂഷൻ. നമ്മുടെ സത്യം പറഞ്ഞാൽ ആ ഓർമ്മകൾ നല്ലതാ. എന്തിനാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പറ്റിയിട്ടുള്ള മുറിവുകളിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിച്ചു, അത് നമ്മൾ മറന്നു കളയണോ? ഓക്കെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കെതിരായിട്ട് ഒരാൾ പറഞ്ഞു, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ, അപ്പം നമ്മൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? ക്ഷമിക്കാന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞെല്ലാം മറന്നിട്ട് പിന്നെയും തൊളക്കൈയിട്ട് കിടക്കുക, അതാണോ? അതല്ല അവിടെ മെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാം. മറക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾക്കൊരു മുറിവുണ്ടാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ വ്യക്തികളുടെ സ്വഭാവത്തെക്കുറിച്ച് ചിലത് പഠിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെ മുറിപ്പെടുത്തിയ ചിലരെ കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ ഇന്നയാളോട് ഈ ഡിസ്റ്റൻസിൽ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, ഇന്നയാൾക്ക് ഇന്ന പേഴ്സണാലിറ്റി ഒരു ഡിസോർഡർ പോലെ ഉണ്ട്, ഞാനത് ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ഈ ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്നറിയത്തില്ല. ലേൺ ടു സെറ്റ് ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്സ്. നമ്മളുടെ ബന്ധങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ ബന്ധങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ബൗണ്ടറി ലൈൻ വരയ്ക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിൽ പറഞ്ഞുതരാം. അപ്പനും അമ്മയും മക്കളുമായിട്ട് വളരുന്ന കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും മക്കളും ഒത്തിരി പ്രിയപ്പെട്ടവരല്ലേ, ഏറ്റവും അടുത്ത ബന്ധമായിരിക്കും. നാളെ മകൻ്റെയോ മകളുടെയോ വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും അപ്പനും അമ്മയും മകൻ്റെ ജീവിതത്തിൽ പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അപ്പുറത്തിരിക്കുന്ന ആ പെങ്കൊച്ചിന് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വന്ന ചെറുക്കന് എങ്ങനെ ഫീൽ ചെയ്യും?
ഒരു പുതിയ കുടുംബം ഉണ്ടാകുമ്പം അതിന് ബൗണ്ടറി വരയ്ക്കണം. ബൗണ്ടറി വരയ്ക്കാൻ തന്നെ ആരുമായിട്ട് അടുക്കാതെ നിൽക്കുക എന്നല്ല പറഞ്ഞത്, വേണ്ട സ്ഥലത്ത് ബൗണ്ടറി വരയ്ക്കാൻ പറ്റണം. എന്നാൽ അതേസമയം ഈ ബൗണ്ടറിയിൽ വിട്ടിട്ട് എപ്പോൾ ഹെൽപ്പ് ചെയ്യണമെന്നും പേരൻസിന് അറിയണം. ഓക്കെ, അതായത് നിന്നെ കെട്ടിച്ചു വിട്ട വീടാണ്, ദേ ബൗണ്ടറി ലൈൻ വരച്ചു, ദേ ഇനി ഇങ്ങോട്ട് തിരിച്ച് വന്നേക്കരുത്. ചില വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കാറുണ്ട് അല്ലേ. പെങ്കൊച്ചുങ്ങൾ വീട്ടിൽ കെട്ടിച്ചു വിട്ട വീട്ടിൽ ഒത്തിരി വിഷമം അനുഭവിച്ചിട്ടും ചിലപ്പോൾ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാൻ പേടിയാണ്. ബൗണ്ടറി ലൈൻ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ പേരൻസ് മനസ്സിലാക്കുക, അത് ആങ്കൊച്ചാണെങ്കിലും പെങ്കൊച്ചാണെങ്കിലും പറയുക, നിങ്ങളൊരു പുതിയ കുടുംബം, നിങ്ങളാണ് ഇനി തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ അപ്പനും അമ്മയായിട്ട് ഞങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞിനെ അവിടെ അവർ സഫർ ചെയ്യാമെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ പേരൻ്റ് ആയിരിക്കണം, മാതാപിതാക്കൾ തന്നെ ആയിരിക്കണം, ഒരു സംശയമില്ല. പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാം ഉള്ള ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, സോ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ എല്ലാ ബന്ധങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഫോർഗിവ്നെസ് ഈസ് നോട്ട് ടോളറേറ്റിംഗ് ബാഡ് ബിഹേവിയർ. മോശം പ്രവർത്തികളെ നിരന്തരമായിട്ട് ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കണം എന്നാണോ? ഞാൻ ഉദാഹരണത്തിൽ കൂടെ തന്നെ പറഞ്ഞുതരാം. സ്ഥിരമായിട്ട് ദേഹോപദ്രവം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, അത് സഹിച്ചുകൊണ്ടിരിക്കുക, അത് അടി കൊണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോ ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഈ ബാഡ് ബിഹേവിയേഴ്സ് തന്നെ പല രീതിയിലുണ്ട് കേട്ടോ, പല ഇൻറ്റൻസിറ്റിയിലുണ്ട്. ചിലപ്പം ഞാൻ പറഞ്ഞ കുത്തുവാക്കായിരിക്കാം, ചെറിയൊരു കുത്തുവാക്ക്, ചെറിയ വേദനിപ്പിക്കാൻ. പക്ഷേ ഫിസിക്കൽ ഡാമേജ്, അത് കഴിഞ്ഞ് മെൻ്റൽ ഡാമേജ്, ഒരു സൂയിസൈഡൽ ലെവലിലോട്ടൊക്കെ പോകുന്നു. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഡൊമസ്റ്റിക് വയലൻസ് ഓഫ് എനി കൈൻഡ്, അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് അത് ക്രൈമാണ്. ഓക്കെ, ഒരാളെ സൂയിസൈഡിലോട്ട് നയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ മറ്റൊരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്രൈം. സോ ചിലർ ചോദിക്കും അത് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ പറയും, ചിലത് വീട്ടിൽ തന്നെ, ആദ്യം പറഞ്ഞല്ലോ, ചിലത് വീട്ടിൽ തന്നെ തീരുന്ന പ്രശ്നങ്ങളുണ്ടാകാം, ചിലത് ഒന്ന് പാസ്റ്ററൊക്കെ ഇടപെട്ടാൽ തീരുന്ന പ്രശ്നമുണ്ടാകും, ചിലപ്പോൾ നമ്മുടെ അയൽവക്കക്കാരൊന്ന് തീർത്താൽ, ചിലത് പോലീസ് വന്നാലേ തീരുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കാം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിയമങ്ങൾ അതിനാണ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നിരിക്കുന്നത്. ചിലർ ചിന്തിക്കുന്നു അയ്യോ നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ഒന്നും, അങ്ങനെയല്ല കേട്ടോ. നമ്മൾക്ക് ദൈവം ഭരണാധികാരികളെ നിയമങ്ങളെയും എല്ലാം തന്നിട്ടുണ്ട്. എല്ലാ കേസിലും ജനറലൈസ് ചെയ്ത് പറയാനും പറ്റില്ല എന്ന് കൂടെ ഓർക്കുക. അത് അവരവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം, ഫോർഗിവ്നെസ് ഈസ് നോട്ട് ജസ്റ്റിഫൈയിങ് റോങ്. തെറ്റായിട്ടുള്ള ഒരാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തി സാരമില്ല, ദേഷ്യം വന്നപ്പോൾ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതല്ലേ, അതല്ല, തെറ്റ് ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് മാറുന്നില്ല കേട്ടോ. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. ഫോർഗിവ്നെസ് ഉള്ള സമയം കുറവായതുകൊണ്ട് ഞാൻ ബിബ്ലിക്കൽ ഫോർഗിവ്നെസ് എന്താണ്, നമ്മളുടെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ അല്ലേ ക്ഷമിക്കാനായിട്ട് നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചത് അല്ലേ, എഫേസ്യർ 4:32. പെട്ടെന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഈ സീരീസ് കുറച്ചും കൂടെ നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചില ആഴ്ചകളായിട്ട് ഞാൻ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ട് പോകാം. ബിബ്ലിക്കൽ ഫോർഗിവ്നെസ് ഈസ്, വേദപുസ്തകം പറയുന്ന ഫോർഗിവ്നെസ്, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൂസിങ് ടു ഒബേ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യത്തെ ഞാൻ അനുസരിക്കുമെന്നുള്ള ഒരു തീരുമാനമാണ് ക്ഷമിക്കുക എന്നുള്ളത്. എന്താ കർത്താവ് നമ്മളോട് പറഞ്ഞേ? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടെ ഓർപ്പിക്കട്ടെ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് പിന്നെയും കുതിര കയറാനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഐ ആം ഫോർഗിവിങ് അല്ലേ. അതായത് ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ അതൊരു ചോയ്സ് ആണ്. റിറ്റാലിയേറ്റ് ചെയ്യുന്നില്ല, പകരത്തിന് പകരം ഞാൻ ചെയ്യുന്നില്ല. ഒരു വാക്ക് എന്നെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ അങ്ങോട്ട് പറയുക, അത് ചെയ്യുന്നില്ല എന്ന് ടേക്ക് ഫോർ ടാക്ട്.
ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടിയാൽ അപ്പം അങ്ങോട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ആ ഹേർട്ട് സൈക്കിൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കും. അത് ആ സൈക്കിൾ എവിടെങ്കിലും വെച്ചൊക്കെ ആരെങ്കിലും നിർത്തിയാലേ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. സമാധാനം ഉണ്ടാക്കുന്നവരാകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാനിത് പറയുമ്പോഴും എൻ്റെ ലിമിറ്റേഷൻ എനിക്കറിയാം. ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥകൾ വ്യത്യാസമാണ്. ജനറലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അന്യോന്യം സപ്പോർട്ടാകാൻ കഴിയും അല്ലേ? ഫോർഗിവ്നെസ് ഈസ് എ ചോയ്സ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാണ്. ആ മുറിവ് എൻ്റെ മനസ്സിലിട്ട് പഴുപ്പിച്ച് ഞാൻ സ്വയം നശിക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല അല്ലേ? അതെൻ്റെ ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു തീരുമാനമായിരിക്കുന്നത് പോലെ ക്ഷമിക്കത്തില്ല അല്ലെങ്കിൽ ഒരു അൺഫോർഗീവിങ് സ്പിരിറ്റ് ഞാൻ സൂക്ഷിക്കാൻ പോവുക എന്നുള്ളതും എൻ്റെ ചോയ്സാണ്. നമ്മൾ തീരുമാനിക്കണം, ഞാൻ ക്ഷമിക്കുമോ ഇല്ലയോ. പക്ഷെ അവിടെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും ക്ഷമ വേണം അല്ലേ? എല്ലാ ദിവസവും ക്ഷമ വേണം അല്ലേ? നമ്മൾ കർത്താവിനോട് ക്ഷമ ചോദിക്കത്തില്ല നമ്മൾ ചെയ്ത തെറ്റുകൾക്ക്. പക്ഷെ കർത്താവ് അവിടെയാണ് ഒരു വലിയ ചലഞ്ച് നമ്മളെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിപ്പിച്ചത്. എന്താ? ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ചലഞ്ച് ഒന്ന് എടുത്ത് നോക്കിക്കേ, ഒന്ന് ശരിക്കും നോക്കിയേ. നമുക്ക് ക്ഷമ വേണം. അപ്പം നമ്മളുടെ കടക്കാര് അല്ലേ, നമ്മളോട് എന്തൊക്കെയോ ചെയ്തവരോട്, നമ്മളെ വേദനിപ്പിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നോട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അത് ക്ഷമിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന വരുന്നത് അല്ലേ? ഇനിയും രണ്ടാമത്തെ എന്ന് പറയുന്നത് choosing not to retaliate and attempts all strategies for conflict resolution. ഞാൻ നേരത്തെ പറഞ്ഞു, റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു വൃത്തികെട്ട ഹേർട്ട് സൈക്കിൾ ഞാൻ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല, ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് attempting all strategies for conflict resolution, ഏതെങ്കിലും വിധത്തിൽ പറഞ്ഞ് ഈ പ്രശ്നം തീർക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം. അത് കർത്താവിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേര്, മത്തായി 18 രണ്ടുപേര് തമ്മിൽ പ്രശ്നം ഉണ്ടായാലോ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ തമ്മിൽ സംസാരിക്കണം. അതവിടെ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ അതിൽ ഉൾപ്പെടുത്തണം. അവിടെയും നടക്കുന്നില്ലെങ്കിൽ വിറ്റ്നസസിനെ കൊണ്ടുവന്ന് സഭയിലെ കൊണ്ടുവന്ന് ഒക്കെ സംസാരിച്ചു നോക്കണം. അതിൻ്റെ ഹോൾ തിങ് എന്താ പറഞ്ഞു വരുന്നതെന്നറിയാവോ? നമ്മൾ ശ്രമിക്കണം ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെ മാർഗമുണ്ടോ അതൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. ചിലരോടൊക്കെ നമ്മൾ എങ്ങനെ പ്രശ്നം പറഞ്ഞ് തീർക്കാൻ നോക്കിയാലും, ഇത് സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നൊരു ടേമാണ്, ചിലർ കേട്ടിട്ടുണ്ടാകും, സ്റ്റോൺ വാളിങ്. സ്റ്റോൺ വാളിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ വാളിങ് എന്ന് വെച്ചാൽ കല്ല് വെച്ചുള്ള മതിൽ പോലെയാണ് ചിലവരുടെ മനസ്സ്. പ്രശ്നം പരിഹരിക്കാൻ സംസാരിക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചു, സ്റ്റോൺ കല്ല്, വോൾ മതില്, കല്ല് വെച്ചുള്ളൊരു മതിൽ പോലെ അവർ മനസ്സാക്കി കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ആ ലേഡി ഇരിക്കുന്ന കണ്ടോ, അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും കല്ലുപോലെ ഇരിക്കുക. അതായത് അതിനുള്ളൊരു സൊല്യൂഷൻ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല, അല്ല പ്രതികരിക്കുന്നില്ല. അപ്പം എന്താ, പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. സ്റ്റോൺ വാളിങ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇതിനെ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതായത് മിണ്ടാതിരിക്കുക. ചിലർ ബന്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, മിണ്ടത്തില്ല. കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് തീർത്തില്ലെങ്കിൽ ബന്ധങ്ങളൊന്നും സ്മൂത്തായിട്ട് പോകത്തില്ല. ചിലർ പറയുന്ന, ഞങ്ങൾ ഭാര്യയും ഭർത്താവും അതങ്ങ് ഒതുക്കി വെച്ചേക്കുക. ഒതുക്കി വെച്ചാൽ അത് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക, പറഞ്ഞു തീർക്കുക. ഓക്കെ, സ്റ്റോൺ വാളിങ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒരാൾ പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹിക്കുകയും മറ്റേ ആൾ ഇത് ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന സ്റ്റോൺ വാളിങ് ചെയ്യുകയാണെങ്കിൽ ആ ബന്ധം വല്ലാത്ത വിഷമത്തിലോട്ട് പോകും. അത് ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ മാത്രമല്ല, ഏത് റിലേഷനും. ചില പേരൻസ് സ്റ്റോൺ വാളിങ് ഉപയോഗിക്കാറുണ്ട്, ചില കുട്ടികൾ സ്റ്റോൺ വാളിങ് ചെയ്യാറുണ്ട്. അതായത് കല്ലുപോലെ ഇങ്ങനെ കാണിക്കുക. ഓക്കെ, അതിനും അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ഇതെല്ലാം മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്താന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് ഇന്നൊന്ന് സമാധാനമായിട്ട് ജീവിക്കണ്ടേ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ചൂസിങ് ടു ലീവ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് നോട്ട് ഇൻ ദ പാസ്റ്റ്. നമുക്ക് കർത്താവ് പറഞ്ഞൊരു വാക്യം ഓർക്കാം കേട്ടോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. മുറിവേറ്റതെല്ലാം ഇന്നലെയാണ്. ഓക്കെ, എൻ്റെ ഇന്നലകളിലാണ് എനിക്ക് മുറിവേറ്റത്. പക്ഷേ വെൻ ഐ ചൂസ് ടു ലീവ് ഇൻ ദ പ്രസൻറ്റ്, ഇന്നത്തെ ദിവസം അല്ലേ, ഇന്നത്തെ ദിവസം എനിക്ക് ചില കാര്യങ്ങളാണ്. നമ്മൾ പലരും ഉണ്ടല്ലോ ഈ പാസ്റ്റിൽ ജീവിക്കുന്നവരാ. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളിൽ
അതിനെ ഇങ്ങനെ എന്താ പറയുന്നത്, അതിനെ ഇങ്ങനെ കോഴി മുട്ടയുടെ മുകളിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ഇതിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് സന്തോഷമായിരിക്കും, ആ സന്തോഷം പോലും പണ്ട് മുറിവേൽപ്പിച്ച ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഇന്ന് നന്നായിട്ടാണ് പെരുമാറുന്നെങ്കിൽ പോലും ഇത് വിട്ട് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇന്ന് സന്തോഷിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടേ? ആ നാറ്റം വന്ന വേസ്റ്റ് ഇല്ലേ, പണ്ടേറ്റ മുറിവുകൾ, നമുക്കൊരു ചോയ്സ് ഉണ്ട്. വീട്ടിൽ നമുക്ക് വേസ്റ്റ് കുറേ ദിവസമായിട്ട് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് നാറും അല്ലേ. നമുക്കൊരു ചോയ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ട് കെട്ടിയിട്ട് എവിടെ കൊണ്ടിടുക? ഇടേണ്ട സ്ഥാനത്തിടുക, ഗാർബേജ് ബിന്നിൽ കൊണ്ടിടുക. ആ വേസ്റ്റ് കളയേണ്ടടത്തൊന്ന് കളഞ്ഞേച്ച് ഇന്ന് ജീവിക്കുക. ഇന്ന് എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ പറ്റും? പഴയതുകൾ പറഞ്ഞുകൊണ്ടിരുന്ന പല ബന്ധങ്ങളിലെയും പ്രശ്നങ്ങൾ തീരാനേ പോണില്ല. ഇന്ന് നമുക്കൊന്ന് തീരുമാനിക്കാവോ ഇന്ന് സമാധാനം ഉണ്ടാക്കാവുന്ന? നാലാമത്തെ കാര്യം, അപ്പം ഞാൻ ഇതെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു നീതി വേണ്ടേന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പലർക്കും. അവിടെയാണ് നാലാമത്തെ നമ്മുടെ ചോയ്സ്, ചൂസിങ് ടു ട്രസ്റ്റ് ഇൻ ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണെന്ന് വിശ്വസിക്കുക. ഓക്കെ, ദൈവം നീതിയുള്ള ന്യായാധിപതി. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈവം നീതിയായിട്ട് ഇടപെടും. അത് പറയുമ്പം മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇത് പറഞ്ഞപ്പം പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ ചിന്തിക്കാൻ ഒരു സാധ്യത എന്താണെന്നറിയാം, എന്നെ വേദനിപ്പിച്ചവരുടെ എല്ലാം തലക്കിട്ട് ദൈവം കൊടുത്തോളൂ എന്നുള്ളൊരു ചിന്ത. പക്ഷേ അവിടെയും നമ്മുടെ ഒരു ചലഞ്ച് വരികയാണ്. നമ്മുടെ കർത്താവായ യേശു പഠിപ്പിച്ച മാർഗത്തിൽ ശത്രുക്കളെ സ്നേഹിക്കണം. ഓക്കെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ബ്ലെസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ബ്ലെസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നു. അവിടെയും നമ്മൾക്ക് ഇതാണ് ക്രിസ്തീയ മാർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം. ഒരു പക്ഷേ നമ്മൾ മറ്റേ ആളുടെ മനസ്സിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി ആയിരിക്കും പ്രാർത്ഥിച്ചു. ഒരു പക്ഷെ നമ്മുടെ മനസ്സ് മാറിയാലോ? ഈ പ്രോസസ്സിൽ ഹീലിംഗ് ആർക്കാ സംഭവിക്കുന്നതെന്നറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെപ്പോഴും മുറിവേറ്റവരുടെ സ്ഥാനത്ത് നിന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ മുറിപ്പെടുത്തിയവരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. ഈ ഒരു പ്രോസസ്സിൽ ദൈവം തരുന്ന ഒരു സൗഖ്യമുണ്ട്. ഹീലിങ്ങും ഹേർട്ട് ചെയ്യാതിരിക്കുകയും രണ്ട് വശങ്ങളാണ്. നമ്മുടെ മുറിവുകളും സുഖപ്പെടട്ടെ, മറ്റുള്ളവരെ നമ്മളിനി വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ ഇനിയും ജീവിതയാത്രയുണ്ട്, പലതും ഇനിയും വരും. പക്ഷെ ലേൺ ടു ഹാൻഡിൽ ഹേർട്ട് പ്രോപ്പർലി. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, പലർക്കും ഞാൻ ഉൾപ്പെടെ പല പ്രശ്നങ്ങളും ഉണ്ടായതിൻ്റെ കാരണം അറിവുകേടുകൾ കൊണ്ടാണ്. ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചും കൂടെ നല്ല അറിവുണ്ടായിരുന്നെങ്കിൽ ചില ബന്ധങ്ങളെ കുറച്ചും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ ഒക്കെ മനസ്സിലായേനെ. അറിവുകൾ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ തെറ്റും മറ്റേ ആളുടെ ഭാഗത്താണെന്ന് ചിന്തിക്കാതെ എൻ്റെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടായതെന്ന് ചിന്തിക്കാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.